നമസ്കാരം, എല്ലാവർക്കും ഹിൽടോപ്പ് കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്ന ഐറ്റം കണ്ടോ, 4 കട്ട്ള മീനാണ്, വലിയ ഫിഷാണ് കേട്ടോ. അപ്പോൾ ഇത് നമുക്ക് ഗ്രില്ല് ചെയ്യാം. പച്ച മസാലയൊക്കെ അടിച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. കിഡിലിന് ഗ്രില്ലാണ്, മീനിൻ്റെ അതേ ടേസ്റ്റ് തന്നെ നിലനിർത്തിക്കൊണ്ടുള്ള ഒരു ഗ്രില്ല്. അപ്പോൾ നമുക്ക് നേരെ പോയി ഗ്രില്ലടിക്കാം. അപ്പോൾ നമുക്ക് മീൻ ആദ്യം ചെതുമ്പിലേക്ക് കളഞ്ഞെടുക്കാം. വേണ്ട, അത്യാവശ്യം വലിയ മീനാണ്, 4 ഉണ്ട്. ഇതെല്ലാം കൂടി ഇവിടെ വെച്ച് കഴിഞ്ഞാൽ ഇതെങ്ങനെയാണ് ഒരുമിച്ച് കളയാൻ പറ്റുമോ? ഒരെണ്ണം ആദ്യം കളയാം. ഇതൊക്കെ ഇവിടെ കിടക്കട്ടെ. അപ്പോൾ നമ്മുടെ കട്ട്ള ആയതുകൊണ്ട് തന്നെ ചെതുമ്പിൽ നമുക്ക് കളയേണ്ടതുണ്ട്. ചെതുമ്പിൽ നമുക്കിങ്ങനെ ചെത്തി കളയാം. എടാ, നിനക്ക് മീൻ വെട്ടാൻ അറിയോ? എനിക്ക് അത്രയ്ക്ക് ഡീറ്റെയിൽ ആയിട്ട് അറിയില്ല. എന്നാ നീ വെട്ടി പഠിക്കും. എനിക്ക് മീൻ വെട്ടാൻ അറിയാം. അപ്പോൾ നീ വെട്ടണം എന്താണെങ്കിലും എല്ലാം എന്നെ കൊണ്ട് വെട്ടിക്കാൻ പാടുണ്ടോ നിനക്ക് അറിഞ്ഞിട്ട്. അപ്പോൾ ഒരു സൈഡ് നമ്മൾ ഫുള്ള് ചെതുമ്പിലൊക്കെ കളഞ്ഞെടുത്തിട്ടുണ്ട്, കണ്ട മൊത്തം ക്ലീൻ ആയിട്ടുണ്ട്. അപ്പോൾ ഇപ്പുറത്തെ സൈഡും കൂടെ നമുക്ക് അതുപോലെ തന്നെ അങ്ങോട്ട് തിരിച്ചിട്ടിട്ട് ഇതുപോലെ ചെത്തിയെടുക്കാം. ചീവീട് എന്ത് ബഹളോടാ. അതെ, ചീവിനെ നിങ്ങൾ ഇഷ്ടപ്പെടുന്നു. അപ്പോൾ നമ്മൾ ചെതുമ്പിലൊക്കെ ഫുള്ള് ക്ലീൻ ആക്കിയിട്ടുണ്ട്. ഇനി അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഈ ചിറകൊക്കെ കട്ട് ചെയ്ത് കളയാം അല്ലടാ. അതെ, ഇതെല്ലാം നൈസായിട്ട് മുറിച്ച് മാറ്റാം. അപ്പോൾ ഇതിൻ്റെ വാല് നമ്മൾ ചെത്തുന്നില്ല, ഇതുപോലെ ഫുള്ളും ചെതുമ്പിലെ കളഞ്ഞ് ഇതിൻ്റെ ഉള്ളിൽ നമുക്ക് എല്ലാത്തിൻ്റെ ഒരുമിച്ച് കളയാം കേട്ടോ. ഇതിങ്ങോട്ട് മാറ്റി വെച്ചിട്ട് ലാസ്റ്റ് ഒരുമിച്ച് കളയാം. അപ്പം കുറച്ചും കൂടെ വൃത്തിയായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്ക് എല്ലാ മീനും എളുപ്പം ഇതുപോലെ തന്നെ ക്ലീൻ ആക്കി എടുക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് മീനിൻ്റെ വയറ് കീറി ഇതാക്കാം. ഒരെണ്ണം നമ്മൾ ഓൾറെഡി ചെയ്തു. അപ്പം ഇങ്ങനെ നടുവേ അങ്ങോട്ട് കീറാം. നമുക്ക് ഫുള്ള് വട്ടത്തിൽ ഇങ്ങനെ നീട്ടത്തിൽ കീറുന്നില്ല, കാര്യം നമുക്ക് ഗ്രില്ല് ചെയ്യേണ്ടതല്ലേ. ഇത് മുഴുവനോടെ ഗ്രില്ല് ചെയ്യാനുള്ള പരിപാടിയാണ്. അപ്പോൾ ഇനി നമുക്ക് ഈ വയറിൻ്റെ ഉള്ളിലേക്ക് അങ്ങോട്ട് മൊത്തം എടുത്ത് പുറത്തേക്ക് എടുക്കാം. കംപ്ലീറ്റ് വേസ്റ്റ് നമുക്ക് ക്ലിയർ ചെയ്യണം. അപ്പോൾ നമ്മൾ മീനൊക്കെ നന്നായിട്ട് ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് കഴുകിയെടുക്കാം കേട്ടോ. ഇനി നമുക്കിത് അങ്ങോട്ട് നന്നായിട്ട് അങ്ങോട്ട് വാഷ് ചെയ്യാം, ഇതിൻ്റെ അകത്തും ഒക്കെ. അപ്പോൾ നമുക്ക് ഇതൊന്നുകൂടെ കഴുകണം. ഇപ്പോൾ അത്യാവശ്യം ക്ലീൻ ആയിട്ടുണ്ട്, ഇവിടെ മാറ്റി വെക്കാം. അപ്പോൾ നമ്മൾ ഫിഷെല്ലാം നന്നായിട്ട് 2 പ്രാവശ്യം കഴുകിയെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇത് മസാലയൊക്കെ തേച്ചെടുക്കേണ്ട പരിപാടിയാണ് കേട്ടോ. നമ്മൾ ഇല്ലിക്കമ്പെ കോർത്താണ് നമ്മുടെ മീൻ ചുട്ടെടുക്കാൻ പോകണം കേട്ടോ. ഇതിൻ്റെ വായിലോട്ട് നമുക്ക് ഇങ്ങനെ കോർത്തെടുക്കാം. പിന്നെ നമ്മൾ ഇതിനകത്തൂടെ ഇല്ലിക്കമ്പ് അങ്ങ് കയറ്റുവാണ്. നമുക്കിങ്ങനെ കുത്തി ഇതിലെങ്കിലും ഇറക്കാം. ഇതുപോലെ കോർത്തെടുക്കാം. നമുക്ക് ഇതുപോലെ എടുത്തിട്ട് നമുക്ക് വരയിട്ട് കൊടുക്കാം കേട്ടോ. ഇതിൽ ദശയിലൊക്കെ ഫുള്ള് നമ്മുടെ മസാലയും കയറണ്ടേ. മുളങ്കമ്പിൽ കോർത്ത ഡാം മീൻ, നല്ല അടിപൊളി മീനാണ് ഗ്രില്ല്. അപ്പോൾ നമ്മൾ നമ്മുടെ മീനെല്ലാം എന്താ ഇല്ലിക്കമ്പയിൽ ഇങ്ങനെ കോർത്തെടുത്തിട്ടുണ്ട്. ഇതിന് മസാലയൊക്കെ പുരട്ടി ഞങ്ങൾ നമുക്ക് ഗ്രില്ല് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് നമ്മുടെ മീൻ തേച്ച് പിടിപ്പിക്കാനുള്ള മസാല റെഡിയാക്കാം.
ആദ്യം തന്നെ പച്ചമാങ്ങ അരച്ചെടുത്താണ്, കുറച്ച് ചനച്ചതാണ് കേട്ടോ, അതാണ് ഈ മഞ്ഞ കളറ്. ഇത് കുറച്ചിട്ട് കൊടുക്കാം. അടുത്തായിട്ട് കുറച്ച് മിൻറ്റ് ലീഫ് ഇതുപോലെ പേസ്റ്റ് അടിച്ചത്, പുതിനയില ഇതുപോലെ തന്നെ പേസ്റ്റ് അടിച്ചത്. ഇനി കുറച്ച് മല്ലിയില, ഞാൻ പറഞ്ഞില്ലേ പച്ച കളർ പേസ്റ്റാണ്, അപ്പോൾ നമ്മളെല്ലാം അങ്ങനത്തെ മസാലയാണ് ഫുള്ള് എടുത്തേക്കുന്നത് മൊത്തം. അടുത്തായിട്ട് കുറച്ച് പച്ചമുളക് പേസ്റ്റ് അടിച്ചതാണ്. ഇനി കുറച്ച് വെളുത്തുള്ളി പേസ്റ്റ് അടിച്ചത്. അടുത്തായിട്ട് കുറച്ച് ഇഞ്ചി പേസ്റ്റ് അടിച്ചത്. ഇനി നമുക്ക് ഇതിനകത്ത് ആവശ്യത്തിന് ഉപ്പിടാം. ഇനി കുറച്ച് കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം. ഇനി ലേശം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം നമുക്ക്. അവസാനമായിട്ട് കുറച്ച് ഗരം മസാലയും കൂടി ഇട്ട് കൊടുക്കാം. ഇനി നമ്മുടെ ഈ മസാലയ്ക്കകത്തോട്ടെല്ലാം കുറച്ച് നാരങ്ങ നീര് ഒഴിച്ചങ്ങോട്ട് നമുക്ക് മിക്സ് ചെയ്തെടുക്കാം. നാരങ്ങ ഓൾറെഡി നമ്മൾ പിഴിഞ്ഞെടുത്തുകൊണ്ട് വന്നതാണ്. എന്നിട്ട് ഇതെല്ലാം നന്നായിട്ട് നമുക്ക് ഒരുമിച്ചാക്കാം, ചാലിച്ചെടുത്ത്. അപ്പോൾ നമ്മൾ മസാലയൊക്കെ നന്നായിട്ട് ചാലിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഓരോ മീനായിട്ട് തേച്ച് പിടിപ്പിക്കാം. കറക്റ്റായിട്ട് ഇതിൻ്റെ ഗ്യാപ്പിലൊക്കെ മസാല ഇറങ്ങുന്ന പോലെ ഫുള്ള് നമുക്ക് തേച്ച് പിടിപ്പിക്കണം. നമുക്ക് ഇതിൻ്റെ അകത്തും ഒക്കെ ആക്കാം. മസാല ആവാത്ത ഒരു സ്ഥലം പോലും മീനിൽ ഉണ്ടാവാൻ പാടില്ല, എല്ലായിടത്തും ആക്കണം. നന്നായിട്ട് ഇങ്ങനെ മസാജ് ചെയ്ത് കൊടുക്കാം മീനിന്. അപ്പോൾ ഒരു മീൻ നമ്മൾ നല്ലതായിട്ട് എല്ലാം മസാല ഇങ്ങനെ തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട് കണ്ടോ. അപ്പോൾ ഇതുപോലെ തന്നെ നമുക്ക് എല്ലാ മീനിലും അങ്ങോട്ട് ഇതുപോലെ മസാല തേച്ച് പിടിപ്പിക്കാം. ഈ മസാല മറ്റേ മുളക് പൊടിയൊന്നും ഇടാത്തത് കൊണ്ട് അത്രയും കാണാൻ വലിയ ഗുമ്മുണ്ടാവില്ല അല്ലേടാ? അടിപൊളിയാണ് എന്ന് പറഞ്ഞാൽ പച്ച മസാലയാണ്. അതെ, ഫുൾ ടേസ്റ്റ് ആയിരിക്കും, അടിപൊളിയായിരിക്കും. മസാല തേക്കുമ്പോഴേ ഈ ഗ്യാപ്പിലൊക്കെ നന്നായിട്ട് ഇങ്ങനെ ഇറക്കി ആവുന്ന രീതിക്ക് തേക്കണം. അപ്പോൾ നമ്മൾ മീനിലെല്ലാം നല്ല രീതിയിൽ മസാല ഇങ്ങനെ തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. ഇതാ കണ്ട ഫുള്ള് പച്ച മസാല നമ്മൾ ഇതിനകത്തൊക്കെ ആയിട്ട് പുരട്ടിയെടുത്തിട്ടുണ്ട്. ഇനി ഇത് കൊണ്ടുപോയി നമുക്ക് ഗ്രില്ല് ചെയ്തെടുക്കാം. ഈ തീയൊക്കെ ഇങ്ങനെ കത്തിപ്പോകുന്ന നീ കാണുന്നുണ്ടോ? ഒന്ന് ഇളക്കിയിട്ട് കൊടുത്തു ഇടയ്ക്ക്. അതെ, എന്നെ ചൂടാ ഇതിൻ്റെ അടുത്തത് കാണില്ലല്ലോ. ഇത് എവിടെ നിന്ന് ഇളക്കും കേട്ടേ? അതാണ് ഞാനും ആലോചിക്കുന്നത്. ഇവിടെ വന്നാൽ ഇങ്ങോട്ട് ചൂട്, അവിടെ നിന്ന് അവിടെ ചൂട്. അപ്പോൾ നമ്മുടെ ഫിഷെല്ലാം മാരിനേറ്റ് ആയിട്ടുണ്ട്. അതുപോലെ കനലൊക്കെ നമ്മൾ റെഡിയാക്കിയിട്ടുണ്ട്. ഇതെല്ലാം നമുക്ക് കനലിലോട്ട് വെച്ച് അങ്ങോട്ട് ഗ്രില്ല് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ ഇൻ്റർനാഷണൽ സെറ്റപ്പ് ഗ്രില്ലാണ്, അതിലോട്ട് വെച്ച് കൊടുക്കാം. നമുക്ക് ഒട്ടുക്കത്തെ ചൂടാവട്ടെ, അതിൻ്റെ അടുത്ത് നിൽക്കാൻ പറ്റുന്നില്ല. അപ്പോൾ ഇതിവിടെ ഇരുന്ന് ഗ്രില്ലാവട്ടെ, നല്ല ചൂടാണ്. ഞാനിവിടെ ഗ്രില്ലാവും തോന്നുന്നു. അപ്പോൾ നമ്മുടെ ഫിഷിൻ്റെ മുകളിലേക്ക് നമ്മൾ വെളിച്ചെണ്ണ ഇതേപോലെ ബ്രഷ് ചെയ്ത് കൊടുക്കുകയാണ്. ബ്രഷ് ചെയ്യാൻ അടുത്ത് കൊണ്ടുപോകാൻ പറ്റുള്ളൂടാ, ഉടുക്കുന്ന ചൂടാ. അപ്പോൾ നമ്മുടെ ഫിഷൊക്കെ നല്ല രീതിയിൽ കണ്ടോ, ആ വെളിച്ചെണ്ണ നമ്മൾ ബ്രഷ് ചെയ്ത് കൊടുത്തപ്പോൾ ഇങ്ങനെ മൊരിഞ്ഞ് വരുന്നുണ്ട് കേട്ടോ. അതാണ് അങ്ങനെ നല്ല ചൂടുണ്ട്, ഒരുപാട് കറക്കാൻ പറ്റില്ല, കറക്കി കഴിഞ്ഞാൽ അടർന്നു പോകും. കനലിലിരുന്ന് നമ്മുടെ മീനിങ്ങനെ മൊരിഞ്ഞ് വരുന്ന കണ്ടാ. നമ്മൾ നേരത്തെ എല്ലാ മീനും ഒരുമിച്ചായിരുന്നു വെച്ചിരുന്നത്, അത് നടപടിയാവില്ല കേട്ടോ, കാരണം അതുപോലെ ചൂടാണ്. മീൻ വേവാൻ അത്രയും ചൂടിൻ്റെ ആവശ്യമില്ല എന്ന് നിങ്ങൾക്കറിയാലോ. ഇപ്പം ഞാനും കൂടെ വെന്തുകൊണ്ടാണ് ഞാൻ ഓരോന്ന് സെപ്പറേറ്റ് എടുത്ത് ഗ്രില്ല് ചെയ്യാം കേട്ടോ. സാധനം നല്ല സൂപ്പറായിട്ടുണ്ട്, അടിപൊളി എന്ന് പറഞ്ഞാൽ അടിപൊളി. ഓ, വാലിനൊക്കെ തീ പിടിച്ചാ. അപ്പോൾ നമ്മുടെ ഫിഷെല്ലാം നമ്മൾ ഗ്രില്ല് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ, ചൂടടിച്ച് ഒരു വശമായി കേട്ടോ. നമുക്കപ്പോൾ ഇതുകൂടെ എടുക്കാം. വെന്ത് കഴിയുമ്പം ഫിഷ് അടർന്ന് വീഴാതെ സൂക്ഷിച്ച് വേണം എടുക്കാൻ. കണ്ടാ നമ്മളെല്ലാ ഫിഷും
ഗ്രില്ല് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഫിഷെല്ലാം നമ്മൾ ഗ്രില്ല് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട്. നല്ല കിഡുമായിട്ട് എല്ലാം ഗ്രില്ല് ചെയ്തിട്ടുണ്ട് കേട്ടോ. നന്നായിട്ട് ഗാർണിഷ് ചെയ്തൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്കെന്നാൽ കഴിച്ച് നോക്കാം അല്ലേ. അപ്പോൾ നമ്മൾ ഗ്രിൽഡ് ഫിഷും അതുപോലെ തന്നെ കട്ടൻ കാപ്പി, നമ്മുടെ മധുരക്കിഴങ്ങ്, അതുപോലെ വെജിറ്റബിൾസ് ഒക്കെ ഇട്ട് ഗാർണിഷ് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട്. ഇതിലെ ഈ മുളങ്കമ്പ് നമുക്ക് അങ്ങോട്ട് ഊരിയെടുത്താലോ. ഇവിടോട്ട് വയ്ക്കാം. ഇതെല്ലാം നമുക്കങ്ങോട്ട് ഇതെന്ത് കഴിഞ്ഞപ്പം ഇത് പടയുന്ന കാലേ കൊണ്ടോടാ ഇല്ല ഊരിയെടുക്കാൻ പറ്റുന്നുണ്ട്. അപ്പോൾ നമ്മുടെ മീൻ കോർത്ത് വെച്ചിരുന്ന മുളങ്കമ്പെല്ലാം നമ്മൾ ഊരിയെടുത്തിട്ടുണ്ട്. ഇനിയപ്പോൾ നമുക്ക് കഴിച്ച് നോക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ ഫിഷിൽ നിന്ന് ഒരു പീസ് ആദ്യം അങ്ങോട്ട് നമുക്ക് ഞുള്ളി അങ്ങ് എടുക്കാം. ഇതാ കഴിച്ച് നോക്കിയോ കേട്ടോ. ഇനി ഗ്രിൽഡ് ഫിഷ് എൻ്റെ മോനെ സൂപ്പറായിട്ട് വന്നിട്ടുണ്ട് ഇല്ലടാ. അടിപൊളി, നല്ല മൊരിഞ്ഞ പീസ് നോക്കി. ആണ് ഈ കട്ട്ളമീൻ്റെ ഒരു പ്രശ്നമുണ്ട്. എന്താ? ഉള്ളിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മുള്ളുണ്ട്. ഓ കണ്ടോ, അതെ, നോക്കി കഴിച്ചില്ലെങ്കിൽ പണിയാണ്. സാധനം നല്ല സൂപ്പറായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. അടിപൊളി അല്ലേ. ഇവിടെ മാരിനേഷനൊക്കെ എമ്മാതിരി അയച്ചോടാ. അടിപൊളിയാണോ? നീ നേരത്തെ എടുത്ത് വെച്ചോ കഴിച്ചു നോക്കിയല്ലേ. ഞാൻ പിന്നെ ചോദിക്കേണ്ടത്. ചോദിക്കണം. അല്ല എന്നിട്ട് എങ്ങനെയുണ്ട് പറ. ടേസ്റ്റ് കിടു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കിടു, ഒരു രക്ഷയില്ല. മുള്ളൊക്കെ നമുക്ക് ഈ സൈഡിൽ വെക്കാം. ഇങ്ങനെ എടുത്തിട്ടുണ്ടല്ലോ. മധുരക്കിഴങ്ങൊന്നും കഴിക്കാൻ തോന്നുന്നില്ല കേട്ടോ. അതെ, ഗ്രിൽഡ് ഫിഷ് കഴിക്കുമ്പോൾ അത് തന്നെ കഴിച്ചുകൊണ്ടിരിക്കാനേ തോന്നും. എന്നെ സെറ്റ് സാധനമല്ലേ ഇത്. ട്രൈ ചെയ്ത് നോക്കാൻ പറ്റുന്നവർ സെയിം മാരിനേഷൻ വെച്ചിട്ട് ട്രൈ ചെയ്ത് നോക്കുക. അധികം സമയമൊന്നും വേണ്ടത് ഗ്രില്ലാവാനൊന്നും, പെട്ടെന്ന് ഗ്രില്ലായിക്കോളും. അടിപൊളി എന്ന് പറഞ്ഞാൽ അടിപൊളി. പേഴ്സണലി ഞാൻ അതുപോലെ റെക്കമെൻഡ് ചെയ്യണു. വേറെ ലെവൽ സാധനം. നമ്മുടെ കട്ടൻ കാപ്പി ഇരിപ്പുണ്ട് കേട്ടോ. എന്നിട്ട് ഈ മധുരക്കിഴങ്ങ് കൂട്ടി വേണം നമുക്ക് ഫിഷ് കൂട്ടി കഴിക്കണ്ടേ. ഇത് രണ്ടും കൂടെ എടുക്കുക. മാരിനേഷൻ ഒരു രക്ഷയില്ല കേട്ടോ. അതെ, ഒരു രക്ഷയില്ല. നമുക്ക് കാപ്പിയോട് കുടിക്കാം നമുക്ക്. ഗ്രിൽഡ് ഫിഷ്, മധുരക്കിഴങ്ങ്, കട്ടൻ കാപ്പി. ഇനി എന്ത് വേണമെന്ന് ചോദിച്ചാൽ ക്യാറ്റിനൊന്നും അവഗണിച്ചൊന്നും വേണ്ട. അതെ, ഇതൊക്കെ ഒരു ചലഞ്ച് വെച്ച് കഴിഞ്ഞാൽ നീ കഴിക്കുമല്ലടാ. അത് ഞാൻ മാക്സിമം എന്നെ കൊണ്ട് പറ്റുന്ന നോക്കും. അത് കഴിക്കാൻ പറ്റും. ഫിഷ് ആയതുകൊണ്ട് സൂപ്പറായിട്ട് കഴിക്കാൻ പറ്റും. എന്നെപ്പോലെ മീൻ ഫേവറേറ്റ് ആയിട്ടുള്ള ആരെങ്കിലും ഉണ്ടോ താഴെ കമൻറ്റ് ചെയ്യട്ടോ. അതായത് അങ്ങനെയുള്ളവർ ഉറപ്പായിട്ടും ട്രൈ ചെയ്യണം ഈ സാധനം. അതുപോലെ പേഴ്സണലായിട്ട് ഞാൻ വീണ്ടും റെക്കമെൻഡ് ചെയ്യണം. ഞാൻ ഒന്ന് പറഞ്ഞാൽ തോന്നുന്നു, എന്നാലും പിന്നെയും പറയണം. അത്രയ്ക്ക് സൂപ്പറാണ്. ഫിഷ് ഇഷ്ടമുള്ളവർക്ക് ഉറപ്പായിട്ടും ഇഷ്ടപ്പെടും, അല്ലാത്തവർക്കും ഇഷ്ടപ്പെടും. ഫിഷ് ഇഷ്ടമുള്ളവർക്ക് ഇത് എന്താ പറയുക, എപ്പോഴും ചെയ്യുമല്ലോ. അതെ, ഫിഷ് ഇഷ്ടമില്ലാത്തവർക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കി കഴിഞ്ഞാൽ വേറെ ലെവൽ സാധനമാണ്. ഒരെണ്ണം ടേസ്റ്റ് ചെയ്ത് കോലമാണ് കേട്ടോ ഈ കാണുന്നത്. എടാ ടേസ്റ്റ് ചെയ്യുമ്പോൾ നമ്മൾ അതുപോലെ ടേസ്റ്റ് ചെയ്യും. ടേസ്റ്റ് ചെയ്യുമ്പോൾ ഇങ്ങനെ അപ്പം മര്യാദയ്ക്കാന്ന് അറിഞ്ഞു കഴിച്ചാലോ. നമ്മൾ ആസ്വദിച്ച് കഴിക്കണം, അതത്രേ ഉള്ളൂ. ഭക്ഷണം എന്ന് പറഞ്ഞാൽ നമ്മളിങ്ങനെ തൊട്ട് ഇങ്ങനെ കഴിക്കില്ല. ഞാൻ അങ്ങനെയാണ്, എനിക്ക് ഇഷ്ടപ്പെട്ട ഫുഡാണ് ഞാൻ ആസ്വദിച്ച് കഴിക്കും. അത് വേണം. സാധനം പൊളി എന്ന് പറഞ്ഞാൽ പൊളി കേട്ടോ, ഒരു രക്ഷയില്ല. ഫിഷ് ഗ്രില്ല് ചെയ്ത് കഴിക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയും ഞാൻ പ്രതീക്ഷിച്ചില്ല ഈ മാരിനേഷനെ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഗ്രിൽഡ് ഫിഷ് എങ്ങനെയുണ്ടെന്നുള്ള അഭിപ്രായം താഴെ കമൻ്റായിട്ട് ഇടുക. നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ലൈക്ക് ചെയ്യണം കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യാം. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അപ്പോൾ എന്നാൽ ഇതിലും മനോഹരമായിട്ടുള്ള അടിപൊളി വീഡിയോ ആയിട്ട് നമ്മൾ വീണ്ടും വരുന്നതാണ്. നമ്മുടെ ഹിൽടോപ്പ് കിച്ചൺ ഇൻസ്റ്റാഗ്രാം പേജും കൂടെ ഫോളോ ചെയ്യാത്തവരൊന്ന് ഫോളോ ചെയ്തേക്കുക. അപ്പോൾ എന്നാൽ അവിടെ കാണാം. എന്തെങ്കിലും ഡൗട്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ മെസ്സേജ് അയക്കുക കേട്ടോ. അപ്പോൾ എന്നാൽ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും പീസ്.